എടി അനുരാധ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലായിരിക്കുമ്പോ ഈ കൊണാന്ന് വിളിക്കരുതെന്ന്. ജോസേ, നീ ഒന്ന് കേൾക്ക്. പുല്ല് പറ. എടാ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാ. പറയടി. ഞാൻ പറയാം. എടാ, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ദുഷിച്ച സ്വപ്നം. നിന്നെ ആരോ കെട്ടിയിട്ടിരിക്കുക. നിന്റെ മുഖത്തും ദേഹത്തുമൊക്കെ നിറയെ മുറിവും. ഒരു നശിച്ച രാത്രി. ആ ഇരുണ്ട മുറിയില്, ആ മുറി നിറയെ ചോരയുടെ മണമായിരുന്നു. അവിടെ ഒരു മൂലയ്ക്ക് എന്നെയും കെട്ടിയിട്ടിട്ടുണ്ട്. ഷൂ ഇട്ട ആ കാലുകൾ, അയൺ റോഡ്. കർത്താവെ, ഓർത്തിട്ട് പേടിയാവുക. ഒരു മിന്നലിന്റെ വെളിച്ചത്തില് ഞാൻ ആ മുഖം കണ്ടു. അത് ജോസേ. അനുരാധ, ഞാൻ വിളിക്കാം. ജോസേ, ഞാൻ വിളിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ ജോസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ക്ഷീണമൊക്കെ മാറിയോ? ഹാപ്പി ആനിവേഴ്സറി ജോസ്. സോറി രമ്യ, ഞാൻ ഈ പെട്ടെന്ന് ജോലി തിരക്കും ടെൻഷനും വർക്ക് പ്രഷറും എല്ലാം കൂടി മറന്നുപോയി. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Your favorite സേമിയ. സോ ഇന്നിവിടെ ഇനി ഒന്നുമില്ലേ? ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്തു. യു വിൽ ഹാവ് ഫ്രം ഔട്ട്സൈഡ്. ആണോ? എങ്കിൽ ഞാൻ പാരഡൈസിൽ വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡിന്നർ ബുക്ക് ചെയ്യാം. ജോസ് ഒന്നും ചെയ്യണ്ട, അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ആണോ? അപ്പൊ എല്ലാം കരുതി കൂട്ടിയാലേ? ജോസ് പോയി കുളിക്ക്. ജോസ് പോയി കുളിക്കാം. എങ്കിൽ ശരി. ജോസ്. യെസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി.